ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും എന്ത് പറയുന്നത്? സുഖമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മളൊരു ഐസ്ക്രീം പാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഐസ്ക്രീം പാത്രം ഏത് ടൈപ്പ് ഐസ്ക്രീം പാത്രവും എടുക്കാം നിങ്ങൾക്ക്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ജോയുടെ 95 രൂപയുടെ ഫാമിലി പാക്കാണ്. അത് ചെറിയ ബോക്സാണ് കേട്ടോ. ഇതൊരു സ്ക്വയർ ടൈപ്പ് ബോക്സാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് അങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് അത്ര സുഖം തോന്നില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 95 രൂപയുടെ ഫാമിലി പാക്ക് വാനില ഫ്ലേവറിലുള്ള ഒരു ബോക്സാണ്. ഇതിന് പകരം ഒരുപാടുണ്ട്. മെറിബോയ്, ലാസ, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ, അതായത് ഫാമിലി പാക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ബോക്സ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഫ്രിഡ്ജിൽ കണ്ടെയ്നറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ പല പല സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. പെൻ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യാം. പോട്ടായിട്ട് വെക്കാം. ചെടികൾ വെക്കാം. ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ക്രാഫ്റ്റിൻ്റെ ലോകം കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് കണ്ടു നോക്കുക. കഴിഞ്ഞ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ത്രെഡാണിത്. അപ്പോൾ ഇതിന് 25 രൂപ, കളർ ത്രെഡിന് 50 രൂപ വരും. കാരണം അതിന് കുറച്ചും കൂടെ തിക്നെസ് കൂടുതലാണ്. അതുപോലെ തന്നെ കളർ ത്രെഡാണ്. അപ്പോൾ ഇത് രണ്ട് റേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്യുക, കാരണം എനിക്ക് ചുറ്റാവുന്ന രീതിയിൽ, ത്രെഡ് ചുറ്റാവുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതെടുക്കുക. അത് കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പ്ലാസ്റ്റിക് അല്ലേ, കട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഫെവിക്കോളും കൊണ്ട് നമുക്ക് ഈ ഒരു ജൂട്ട് ത്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കണം. വേഗം പരിപാടി കഴിയും. അപ്പോൾ ഈ കത്രിക കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കത്തി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സൂക്ഷിക്കണം പക്ഷേ ചൂട് വെക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ചില ബോക്സ് ഇത്തിരി കട്ടി കൂടുതലാണ്. മെറിബോയുടെ എനിക്ക് ഒരു കഴിഞ്ഞ ദിവസം എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ കത്തി കൊണ്ടാട്ടോ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം. അപ്പോൾ കുറച്ച് കട്ടി കൂടുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കത്രി കൊണ്ട് പിടിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത് നമ്മൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്യാം, പതിയെ ഞാൻ ചെയ്യാം കേട്ടോ. പ്രൈസൊക്കെ കാണിച്ചുകൊണ്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ഈ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കണം. അത് ഈ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് തന്നെ ഒരു ക്രീം ഷെയ്ഡാണ്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ, ക്രീം ഷെയ്ഡല്ല കേട്ടോ, ഇതൊരു ഓഫ് വൈറ്റ് എന്നൊക്കെ പറയാം, ആ ഒരു കളറാട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് തിക്കായിട്ടൊന്ന് ഒരു 3 ചുറ്റിങ്ങനെ ചുറ്റി ഒന്ന് തിക്കാക്കി ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കാം. അവിടുത്തെ ഒരുപാട് സാധനങ്ങളുണ്ട്, ക്രാഫ്റ്റ് സാധനങ്ങൾ. അപ്പോൾ അവിടെ പറ്റുമെങ്കിൽ ചെല്ലുകയാണെങ്കിൽ, നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ചാരു സർക്കിളിൻ്റെ പേര് പറഞ്ഞു നിങ്ങൾക്ക് 50% ഓഫർ കിട്ടും. ക്രാഫ്റ്റ് സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഓഫർ കിട്ടും. അപ്പോൾ പോവുക, വാങ്ങിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ടിഷ്യൂ പേപ്പർ, ഡെക്കോപ്പേസ് ടിഷ്യൂ ആണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്. അധികം യൂസ് ചെയ്യാന്ന് വെച്ചാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സോ അല്ലെങ്കിൽ ഡിസൈൻസോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിത് ഈ ഒരു ഫ്ലവർ, ഒരു 4 ഫ്ലവർ വേണം. അപ്പോൾ ഞാൻ വേറെ ഒരു പേപ്പറും കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോരോ ഫ്ലവർ ഈ 4 സൈഡ് ഉണ്ടായിരുന്നു, 4 സൈഡിലും ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് മോഡ് പോജ് എടുക്കുക. മോഡ് പോജ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, മോഡ് പോജ് എടുക്കുന്നു. ഡെക്കോപ്പേഷൻ ടിഷ്യൂ ഒട്ടിച്ചെടുക്കുന്ന ഒരു സാധനമാണ് ഈ മോഡ് പോജ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ ഇത് വെച്ചിട്ട് ഒട്ടിക്കാം. ഇല്ലെങ്കിൽ ഫെവിക്കോളിൽ ഒരല്പം വെള്ളം ഒഴിച്ച് അതിന് ലൂസ് ചെയ്യാം, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഈ ഒരു ഡെക്കോപ്പേഷൻ, ഈ ഫ്ലവറുള്ള ഈ ഒരു ഭാഗം ഒട്ടിച്ചു കൊടുക്കുന്നു നമ്മൾ. അപ്പോൾ ഡെക്കോപ്പേഷൻ ടിഷ്യൂ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിന് നമ്മൾ ബ്രഷ് തന്നെ വേണമെന്നില്ല. ഇത് ഒട്ടിച്ചതിന് ശേഷം നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഒരു കവർ എടുക്കുക. കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് പേപ്പർ അവിടെ ഇരുന്നുള്ളൂ കേട്ടോ. അതിനിപ്പം ഞാൻ ഈ ബ്രഷ് കൊണ്ട് തന്നെ അങ്ങ് ഒട്ടിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഈസിയാണ്, ആ ഒരു നൂലിനോട് ചേർന്നിരുന്നോളൂ. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ, 4 സൈഡ് ഒട്ടിച്ചെടുത്തു. ഇപ്പോൾ റൗണ്ട് ഷേപ്പിലൊക്കെ ആണെങ്കിൽ ഒരു ഭാഗം മതിയാവും. എന്നിട്ട് റിബണൊക്കെ വെച്ച് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തും കൂടി ഒന്ന് ആ ത്രെഡ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഒരു അടപ്പിൽ നമ്മൾ ചുറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് 2 തവണ ഒന്ന് ചുറ്റിയിടുക. അത്രയും തിക്നെസ് മതി. അപ്പോൾ ചുറ്റിയെടുക്കാം. എന്നിട്ട് ഈ ഒരു അടപ്പിൽ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഈ ഒരു കണ്ടെയ്നർ അതിനകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം.
അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ഇത് ഗ്ലൂ ഗൺ ആയിരിക്കും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ ഫെവിക്കോളും നിൽക്കില്ല. ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഭംഗി കൂട്ടാം ഓരോ സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 1 സൈഡ് സ്റ്റിക്കേഴ്സ് എടുത്തിരിക്കുന്നത്. ഇത് 20 രൂപയുള്ളൂ. 25 രൂപ ഇതിൻ്റെ വലുതിനാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി ഭംഗിയാക്കാം. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കണം. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, പിശുക്ക് കാണിക്കേണ്ട, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്കിതുപോലെ ഒട്ടിച്ച് ഭംഗിയാക്കാം. അപ്പോൾ ഇത് നമുക്ക് പെൻ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം, ഇതുപോലെ ചെടി പോട്ടായിട്ട് വെക്കാം, മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാം. ഇത് കൂടുതൽ കിച്ചണിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ. കിച്ചൺ ഷെൽഫിലൊക്കെ വെക്കാൻ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വളരെ ഈസിയാണ്. ഈ ടൈപ്പ് കണ്ടെയ്നേഴ്സ് നമുക്ക് ഭംഗിയാക്കാം കേട്ടോ. ഇനിയും ഇതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ, ബൈ.